ബാറിനപ്പുറത്തേക്കും വലിയൊരു വിജയം ലീഗിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ 27 സീറ്റിൽ നിന്ന് അധികം സീറ്റുകൾ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. UDF-ഉമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. UDF ചർച്ചയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അത്ര കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും, പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിലൊക്കെ. അതെ, മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സീറ്റ് കൂടുതൽ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ അണികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മുന്നണിയിൽ അത് ചർച്ചയ്ക്ക് വെക്കും. മുന്നണി അനുകൂലമായിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. നിയമസഭയ്ക്ക് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു പടി തന്നെ മുന്നിലാണ്. ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടി അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിട്ടില്ല. തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാധാരണഗതിയിൽ പലപ്പോഴും UDF-ന് ഗുണകരമാകാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ജനങ്ങളിൽ ഒന്നടങ്കം UDF-നെ അനുകൂലിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ തന്നെ വരുന്നു. അതിലേക്ക് ഈ ഒരു ട്രെൻഡ് തന്നെ മുന്നോട്ട് ഉണ്ടാവും. ജനമനസ്സുകളിൽ UDF തന്നെ ആയിരിക്കും കേരളത്തിലേക്ക് അധികാരത്തിൽ വരേണ്ടത് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ നടപ്പാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ മുസ്ലിം ലീഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലം തൊട്ട് തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭം അത് മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അന്നൊക്കെ തന്നെ അന്ന് തൊട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ അത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. മലബാറിനപ്പുറത്തേക്കും വലിയൊരു വിജയം ലീഗിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ 27 സീറ്റിൽ നിന്ന് അധികം സീറ്റുകൾ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. UDF-ഉമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. UDF ചർച്ചയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അത്ര കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും, പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിലൊക്കെ. അതെ, മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സീറ്റ് കൂടുതൽ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ അണികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മുന്നണിയിൽ അത് ചർച്ചയ്ക്ക് വെക്കും. മുന്നണി അനുകൂലമായിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. സീറ്റ് വെച്ചു മാറുന്നു പറയുന്നത് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഗുരുവായൂരും അതുപോലെ തിരുവമ്പാടിക്ക് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സാധ്യതകൾ കാണുന്നു. അതൊന്നും ഒരു സജീവമായിട്ടുള്ള ചർച്ചയല്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നടക്കുന്ന ചർച്ചയാണ്. അതിനൊക്കെ ആവുന്നേ ഉള്ളൂ. സീറ്റ് സംബന്ധമായിട്ട് വെച്ച് മാറുന്നതോ ഇനി പുതിയ സീറ്റുകൾ വേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഇപ്പോൾ UDF-ഉമായുള്ള ചർച്ച നടക്കുന്നതേ ഉള്ളൂ. ആ ചർച്ചകളിലായിരിക്കും അതിലൊക്കെ തീരുമാനം. സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ ആവശ്യപ്പെടും. അല്ല, അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വഭാവമാണ്. ലീഗും ആ രീതിയിൽ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ തൃത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നല്ല വിജയം ഉണ്ടായി എന്നുള്ളതിനൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കൂടുതൽ സീറ്റിൽ മത്സരിച്ച് ജയിക്കാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചർച്ച ആയിരിക്കും നടക്കുക. ഈ ടേം വ്യവസ്ഥയിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ? നേരത്തെ അതിലകത്ത് ഇളവുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ടേം വ്യവസ്ഥ ഉണ്ടാകുമോ? അതോ തൃത്തല പഞ്ചായത്ത് ഞങ്ങൾ വളരെ വിജയകരമായി നടപ്പാക്കിയതാണ് ടേം വ്യവസ്ഥ. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ല. പക്ഷേ പുതിയ ആളുകൾ, പുതുമുഖങ്ങൾ, അതാണ് ഇപ്പോൾ ടേം വ്യവസ്ഥകൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ആൾക്കാർ വരുമെന്നാണല്ലോ. പുതിയ ആൾക്കാർ ഒരുപാട് പേര് മുസ്ലിം ലീഗിൽ മത്സരിക്കാൻ അർഹതയുള്ള പ്രാപ്തരായിട്ടുള്ള നിയമനിർമ്മാണ സഭകളിൽ നിർബന്ധമായും വേണ്ടതായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുണ്ട്, പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ്. സീറ്റ് വർധനവ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. കഴിഞ്ഞ തവണ വനിതാ സ്ഥാനാർത്ഥികൾ ലീഗ് മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണയും മത്സരിപ്പിക്കേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. വനിതകളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞാൽക്കുടി സാഹിബ് തന്നെ ആയിരിക്കും ലീഡ് ചെയ്യുക അല്ലേ തെരഞ്ഞെടുപ്പ്? അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനുള്ള കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആയിരിക്കും. ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ UDF-ൽ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൂടുതൽ പാർട്ടികളൊക്കെ UDF വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നണി വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും ആവശ്യം. UDF-ലെ എല്ലാ കക്ഷികളുടെയും ആവശ്യം അത് തന്നെയാണ്. UDF ഒന്നുകൂടി ശക്തിപ്പെടുത്തണം, അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ ഗുണകരമാകും.